പ്രൊഫസർ സാജു കണ്ണന്തറ, ഇവിടെ 2019 ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന, അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തി രൂപീകരിക്കുന്ന, അല്ലെങ്കിൽ അഴിമതിക്കെതിരായി പോരാടാൻ രൂപീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന ഇമേജ് ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് ശ്രീ ഷാബു പ്രസാദ് പറയുന്നത്. അത് നമുക്കറിയാം. അഴിമതി കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായത്, ജയിലിൽ കിടന്നത്, ജാമ്യം ലഭിച്ചു, പുറത്തു വന്നു, കർശന ഉപാധികളുണ്ട്, മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാൻ പറ്റാത്ത പശ്ചാത്തലമൊക്കെ അദ്ദേഹത്തിനുണ്ട്. ആ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മറ്റൊരു മൂവ്മെന്റ് നടത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് താൻ, ജനങ്ങളുടെ റഫറണ്ടത്തോടു കൂടിയേ ഇനിയൊരു തിരിച്ചുവരവുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നതിനെ BJP വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. മറ്റു ചില ലക്ഷ്യങ്ങൾ അവർ കാണുന്നുണ്ട്. എന്താണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ രാജി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജയിലിൽ കിടന്നത് മൂലമുണ്ടായ ഒരു സഹതാപ തരംഗം അത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി വെച്ചാണ് എന്നും BJP ആരോപിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനെയോ BJPയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ BJP ആം ആദ്മി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതുപോലെ ഭയക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏതെങ്കിലും കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതിന് വേണ്ടി അവർ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ CBI ആണ് കേസെടുത്തത്. CBIക്ക് ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കാൻ സാധിച്ചില്ല. പിന്നീടത് EDക്ക് കൈമാറി. അത് നമുക്കറിയാം, കർശനമായ നിയമവ്യവസ്ഥകളുള്ള ആ സംവിധാനവുമായിട്ടാണ് ED വന്ന് PMLA ആക്ട് പ്രകാരം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കുന്ന വസ്തുതയാണ്. പക്ഷേ ബഹുമാന്യപ്പെട്ട സുപ്രീം കോടതി ED കേസില് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്ന അവസരത്തില് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് CBI അറസ്റ്റ് ചെയ്യുകയാണ്. എന്താണ്, കഴിഞ്ഞ 2 വർഷമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള അന്വേഷണം CBI നടത്തിയില്ലേ? അവർക്ക് ഒരു തെളിവും ലഭിച്ചില്ലേ? പിന്നെ എന്തിനാണ് ഇത്രയും നാള് വെയിറ്റ് ചെയ്തത്? ED അറസ്റ്റ് ചെയ്തു. ED അറസ്റ്റിനെതിരായിട്ട് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്ന ആ അവസരത്തിൽ തന്നെ CBI രംഗത്ത് വരിക എന്നുള്ളതിൽ തന്നെ മനസ്സിലാകാമല്ലോ ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ BJPയും നരേന്ദ്രമോദിജിയും ഒക്കെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളത്. ഇപ്പൊ ഇവിടെ BJPയുടെ വക്താവ് പറയുകയുണ്ടായി, ഞാൻ BJP വക്താവല്ല, അദ്ദേഹം വലത് നിരീക്ഷകനാണ്. BJPയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന വ്യക്തി BJPയെ പ്രതിനിധീകരിക്കുന്നില്ല. BJPയുടെ പ്രതിനിധി അല്ല. പറഞ്ഞോളൂ. എനിവേ, മിസ്റ്റർ ഷാബു പറഞ്ഞ ചില കാര്യങ്ങള്, അതായത് ഡൽഹി ഇലക്ഷനില് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നിട്ട് കൂടിയും ആ 7 സീറ്റിൽ ഒന്നുപോലും അവർക്ക് നേടാൻ സാധിച്ചില്ലല്ലോ. അതൊരു വസ്തുതയാണ്, അല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ മൂല്യവും അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഡൽഹിയിലും തുടർന്ന് പഞ്ചാബിലും ഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആം ആദ്മി പാർട്ടി ഒരു പരിധിവരെ BJPയോടോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയോ ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് അതിശക്തമായിട്ട് ദേശീയ തലത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ആം ആദ്മി പാർട്ടി, എന്ന് യാതൊരു സംശയവുമില്ല. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തിന് കേവലം 10 വർഷത്തിനുള്ളിൽ കടന്നു വരാൻ സാധിച്ചെങ്കിൽ, ഇനിയും ഇന്ത്യയുടെ ഭരണവും വിവിധ സംസ്ഥാനങ്ങളുടെ ഭരണവുമൊക്കെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കാരണം ഡൽഹിയിലും പഞ്ചാബിലും മാത്രമല്ല, ഗുജറാത്തില് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ കേന്ദ്രമായ ഗുജറാത്തിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ച് 5 സീറ്റ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഗോവയിലും ശക്തമായ സാന്നിധ്യം ആം ആദ്മി പാർട്ടി കാണിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവുമില്ല.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 400 സീറ്റിലധികം നേടും എന്ന പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വന്ന BJP രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കേവല ഭൂരിപക്ഷം പോലും നൽകാതെ 240 സീറ്റിൽ താഴെ പിടിച്ചു നിർത്താനായിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു സംഭാവന അത് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ നിങ്ങൾ പുച്ഛിച്ചേക്കാം, ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന്. ശരിയാണ്, 3 സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ 3 സീറ്റ് എന്ന് പറയുന്നത് 300 സീറ്റിലേക്കുള്ള ഒരു സൂചനയാണെന്ന് മനസ്സിലാക്കുക. BJPക്ക് ഒരിക്കൽ 2 സീറ്റാണുള്ളത്. ഈ 2 സീറ്റിൽ നിന്ന് ഇന്ത്യ മൊത്തം ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് BJPക്ക് കടന്നു വരാൻ സാധിക്കുന്നെങ്കിൽ BJPയുടെ കള്ള രാഷ്ട്രീയമൊക്കെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നാളെ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എല്ലാവരും കണ്ട വസ്തുതയാണ്. കാരണം അതൊരു ദേശീയ രാഷ്ട്രീയമായിട്ടാണ് ആ ഇലക്ഷനെ കണ്ടത്. കാരണം ദേശീയ തലത്തില് ആം ആദ്മി പാർട്ടിക്ക് ഏതായാലും ഒറ്റയ്ക്ക് ഭരിക്കാനും നോക്കത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ നല്ലത് BJPക്ക് ആയിരിക്കും എന്ന് ഡൽഹിയിലെ ജനങ്ങൾ ചിന്തിച്ചു കാണും. അത് അവരുടെ ചിന്താഗതി, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസുമായിട്ട് ചേർന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തിച്ചത് ഒരുപക്ഷെ ഡൽഹിയിലെ ജനങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ ഏതാനും സീറ്റുകൾ 3 സീറ്റെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ. ഇതൊക്കെ ചില ഈഫ് ആൻഡ് ബട്ട്സ് ഒക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ആം ആദ്മി പാർട്ടിയെ എഴുതി തള്ളിക്കളയാം എന്ന ഒരു വ്യാമോഹം ഒന്നും BJPക്കോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ കൈവശം വെച്ചു.